കയറാം കണ്ട മതി ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിപ്പോൾ രാവിലെ നമ്മൾ നാസ്തെല്ലാം കഴിച്ചതിന് ശേഷം കുട്ടികളെല്ലാം കൂട്ടിയിട്ടൊന്ന് പുറത്തിറങ്ങിയതാണ്. അലൈനാക്ക് ഏത് സമയം പുറത്തിറങ്ങണം, ഒന്ന് റൗണ്ട് അടിക്കണം എന്നുള്ള വിചാരമാണ്. പിന്നെ അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതല്ലേ. അപ്പോൾ അവിടുന്ന് വന്ന പാടെല്ലാം ഉപ്പാപ്പാനെ കാണുമ്പോൾ കുറച്ചൊരു അകൽച്ച ഉണ്ടേനു. പിന്നെ ദൂരത്ത് നിന്നിട്ട് സംസാരിക്കുകയും പിന്നെ നോക്കിയെല്ലാം ചെയ്യാമെന്നല്ലാണ്ട് ഉപ്പാപ്പൻ്റെ അരിയത്തേക്ക് അങ്ങനെ പോകില്ല. ഇപ്പം അതല്ല, ഇപ്പം ഭയങ്കര ക്ലോസായി. ഏത് സമയം ഉപ്പാപ്പ നമുക്കൊന്ന് ബൈക്കിൽ റൗണ്ട് അടിക്കാം, അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് വരാം, അല്ലെങ്കിൽ ഇതേപോലെ മുറ്റത്ത് നല്ല ഇങ്ങനെ കളിക്കാമെന്നുള്ള ഒരു വിചാരം മാത്രമേ ഉള്ളൂ. മരം കയറ്റി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കയറ്റാൻ നോക്കിയത്, പക്ഷെ ഭയങ്കര പേടി. പിന്നെ ദാബ് പിന്നെ നല്ല ഇൻട്രസ്റ്റ് കാണിച്ച് ദാബിൻ്റെ മരത്തിൻ്റെ മേലയിൽ കയറ്റി കഴിഞ്ഞാലാണ് മൂപ്പർക്ക് ഒരു ധൈര്യം വന്നത്. എനിക്കും ഇങ്ങനെ മരത്തിൻ്റെ മേലെ കയറാമെന്നുള്ളത്. അങ്ങനെ രണ്ടാളെയും മരത്തിൻ്റെ മേലെല്ലാം കയറ്റി കുറച്ച് നല്ല നല്ല ഫോട്ടോസെല്ലാം എടുത്ത്. അപ്പോൾ നല്ല കൊശി തന്നെ, അവർക്കും കുട്ടികൾക്കും കൊശി തന്നെ, നമുക്കും നല്ല കൊശി തന്നെ. കാരണം ഇവരെ എല്ലാവരും ഒന്നിച്ചുണ്ടാകുമ്പോഴല്ലേ നമ്മളെ വീട്ടിലൊരു ഒച്ചയനക്കെല്ലാം ഉണ്ടാകുക. എല്ലാം തന്നെ നമ്മൾ രണ്ടാൾ മാത്രമാകുമ്പോൾ എല്ലാം ഉറക്കം തൂങ്ങിയ പോലെ തന്നെയാണ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ചില്ലറ തിരക്കുകളെല്ലാം ഉണ്ടെങ്കിലും അത്യാവശ്യം പണിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ ഈ സമയത്ത്. അതെല്ലാം അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് ഇവരെ കൂടെ തന്നെ കളിച്ചിട്ടും ചിരിച്ചിട്ടും എല്ലാം ഇതേപോലെ സമയം നീക്കുന്നതാണ്. കാരണം ഇവരെനിക്ക് കുറച്ച് ദിവസം കൂടിയേ ഉണ്ടാവും. അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓർമ്മിക്കാനും സന്തോഷിക്കാനും ഇതെല്ലാം തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാ ഇക്ക ഒരുങ്ങി മുഞ്ചായിട്ട് പോകുന്നുണ്ട്. ഇക്കാൻ്റെ 10ാം ക്ലാസ്സിലുള്ള ഗെറ്റ് ടുഗദറാണ് ഇന്ന്. അതിൻ്റെ ഒരുക്കപ്പാടാണ് നീ കാണുന്നത്. സ്കൂളിൽ പോകുന്നതിൻ്റെ എന്തോ ഒരു ദമ്മ. ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരേണ്ടത്. ഇന്ന് മാത്രമേ ഗെറ്റ് ടുഗദർ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വരണം. കൊശി നോക്ക്, കൊശി എന്തൊരു കൊശി. നമ്മളത്ര ആരെയും വരുമ്പോൾ ഇമ്മാതിരി ചിരിയൊന്നും ചിരിക്കൂല്ലോ അവന്. ഇപ്പൊ ചങ്ങായിമാരെ കാണാൻ പോകുന്നതാ. സ്കൂളിലെ ചങ്ങായിമാരെ കാണാൻ പോകുന്ന. അത് ഇന്നൊന്നും മൈൻഡാക്കാത്ത, മൈൻഡില്ലാത്തതാ. ചെന്നായി അല്ല, ചങ്ങായി. സ്കൂളിൽ പഠിച്ച ചങ്ങായിമാരില്ലേ, ഓരെ കാണാൻ പോകുന്നതാ. ഉപ്പക്ക് മൈൻഡില്ലല്ലേ അല്ലേന? ഉപ്പ ഇന്നെ മൈൻഡാക്കുന്നില്ലല്ലോ. ദേബു ഉപ്പ കൂട്ടാണ്ട് പോന്ന. കേട്ടോ പറ, കേട്ടോ പറ ദേബു, പോവോ? ഈ ബുള്ളറ്റ് എടുത്തിട്ട് പോവോ? അവളെ പപ്പ വീണിട്ടില്ലേ, അതുകൊണ്ടാ പറയുന്നത്. അങ്ങനെ ഇക്ക ഗെറ്റ് ടുഗദറിന് പോയി. ഇനിയിപ്പോൾ വൈകുന്നേരമാവും തിരിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് മുന്നോട്ട് വീഡിയോയിൽ ഞാൻ ചിഞ്ചു ക്ലാസ്സിന് പോയി എന്ന് പറയുമ്പോൾ ചില കമൻസ് എല്ലാം വരുത്തുന്നുണ്ട്. ചിഞ്ചു എന്തിനാണ് പഠിക്കുന്നത്, എവിടെയാണ് പഠിക്കുന്നത്, എന്ത് ക്ലാസ്സിനാണ് പോയെന്നെല്ലാം ചോദിച്ചിട്ട്. അപ്പോൾ ചിഞ്ചു പഠിച്ചത് പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള കോഴ്സിനാണ്. കോഴ്സ് ഇപ്പം കംപ്ലീറ്റ് ആയി, എക്സാം എല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഇവിടെയുള്ള മൊമ്മൂസിൻ്റെ കല്യാണത്തിൻ്റെ തലേന്നാണ് ഉള്ള കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് എക്സാം കഴിഞ്ഞ്. എക്സാമിൻ്റെ റിസൾട്ടെല്ലാം വന്ന് പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഓൾ ആദ്യം ചെയ്ത ബ്രൈഡാണ് ഇത്. മമ്മൂസിൻ്റെ ഓളെ തന്നെയാണ് ഓൾക്ക് ഫസ്റ്റ് ബ്രൈഡായിട്ട് മേക്കപ്പ് ചെയ്യാനുള്ള അവസരം കിട്ടിയത്. അൽഹംദുലില്ലാ നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഓൾക്ക് വർക്കെല്ലാം കിട്ടുന്നതിന് മുമ്പ് കുറച്ചും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ മൂത്താളെ വൈഫിനെ തന്നെ വീണ്ടും ഒരുക്കാൻ വേണ്ടിയിട്ട്, വീണ്ടും ഒരു ബ്രൈഡാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ് ഷെപ്പൂൻ്റെ ഓള. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ നേരം മുമ്പേ മെനക്കെടാൻ തുടങ്ങിന്. കാരണം ദാബ് ചെറുതാണല്ലോ, അവളെ ഉറക്കിയിട്ടില്ലെങ്കിൽ ഈ പണിയൊന്നും നടക്കൂല. അപ്പോൾ അവളെ കഷ്ടപ്പെട്ടിട്ട് ഉറക്കി കിടത്തിയിട്ടുണ്ട്. എന്നിട്ടാണ്
പിന്നെ മേക്കപ്പിലേക്ക് തിരിഞ്ഞത്. അപ്പം അലൈന കുറച്ച് വലുതായതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും അവളെ കൊണ്ട് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അലൈന ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ല ചിഞ്ചുവിന് ഉണ്ടാക്കി വെച്ചത്. കാരണം ഒരു ബ്രഷ് ഓളെടുക്കുമ്പോൾ 2 ബ്രഷ് ഇവളെടുക്കും. എന്തെങ്കിലും ഒരു മേക്കപ്പ് ഇപ്പുറം ചെയ്ത് കൊടുക്കുമ്പോൾ അതേപോലെ അപ്പുറം ഓളും ചെയ്യും. ഇങ്ങനെയുള്ള കാരണം കുട്ടികൾ കാണുന്നത് പോലെ തന്നെയല്ലേ മറ്റുള്ളവർ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് തന്നെയല്ലേ അനുകരിക്കാം. പക്ഷേ ഇതെല്ലാം നല്ല രസമുള്ള പിന്നെ കളികൾ തന്നെയാണ്. പക്ഷേ ഇതിവിടെ ദേവ് എണീക്കുന്നതിന് മുമ്പ് ഇവർക്ക് ഈ വർക്ക് കഴിയണം. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള തിരക്കിട്ടിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഓരോന്ന് വാങ്ങി വെക്കാനുള്ള സമയമേ കിട്ടുന്നുള്ളൂ. കാരണം ഓക്കും അതേപോലെ ചെയ്യണം, അല്ലെങ്കിൽ ഓളെ ചെയ്ത് കൊടുക്കണം. ഇവക്കൊരു നല്ല ഉടുപ്പെല്ലാം ഇട്ട് ബ്രൈഡിൻ്റെ ഉടുപ്പെല്ലാം ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ ഓക്കും ഉടുപ്പിടണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഓളെ ബർത്ത്ഡേൻ്റെ ഉടുപ്പെല്ലാം ഇട്ടിട്ട് തയ്യാറായിട്ട് നിന്നത്, എനിക്കും ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. നമ്മളാണെങ്കിൽ ഒച്ചെടുത്തിട്ടുള്ളവരോട് സംസാരിക്കുന്നില്ല, എല്ലാവരും പതുക്കെ പതുക്കെ പറയുന്നുള്ളൂ. കാരണം ദേബ് ഇപ്പുറം ഉറങ്ങുന്നതല്ലേ, നമ്മളെ സൗണ്ട് കേട്ടിട്ട് ഓൾ എണീക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അന്ന് ഇവളോട് ചെറുങ്ങനെ പറയുന്നത്. അപ്പോൾ ഓൾ വിചാരിക്കുന്ന എന്നെ പിന്നെ കലമ്പൊന്നും ഇല്ലല്ലോ, ഞാൻ കളിക്കേണ്ടത് കളിച്ച് തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവളെ കൊണ്ട് പറ്റുന്ന പണി മുഴുവൻ പരമാവധി ചെയ്ത് തീർക്കുന്നുണ്ട്. അന്നി നോക്കട്ടെ, അന്നീൻ്റെ ചുണ്ട് നോക്കട്ടെ, ബിന്ദു പണിക്കറ ചുണ്ട് പോലെ. ഈ ചുണ്ട് ഒരു സിനിമയിൽ ബിന്ദു പണിക്കറ ചുണ്ട് ഇങ്ങനെയാ. നോക്കട്ടെ എൻ്റെ ചുണ്ട് നോക്കട്ടെ, ഒന്ന് ക്യാമറയിൽ കാണിച്ചാൽ അടിപൊളിയായിട്ട് അന്നി എടുത്തിന് ചുണ്ട് നോക്കട്ടെ. കുറച്ച് സമയം കൂടി അങ്ങിക്കൂടെ. മോളെ ഞാൻ വീഡിയോ എടുത്തു കുപ്പായിട്ടാണ്ട്. ഇതാരാ ഇതാരാ കണ്ണൂട്ടിയ കണ്ണൂട്ടിയ ആ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞാ. ഇത്ര നേരം ഷെപ്പ് ഉറങ്ങുന്നതിനും ഇപ്പോൾ എണീച്ച് വന്നേരോ ഓളെ കളി കണ്ടേരോ ഒക്കെ ഒരു കലമ്പും കിട്ടി. അപ്പം പിന്നെ കരച്ചിലായി. ഷെപ്പുവിൻ്റെ ഓളെ തന്നെ അതിർപ്പം പോലെ നോക്കുന്ന വീണ്ടും മണവാട്ടിയായിട്ട് കണ്ട ഒരു ഈദത്തള്ളോൻ. എന്തായാലും എല്ലാ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞേരം നല്ല നല്ല വീഡിയോസും ഫോട്ടോസും എല്ലാം ഓൻ തന്നെയാണ് എടുത്താന്നത്. ഓക്കെ അന്നി എങ്ങനെയുണ്ട് എൻ്റെ ഉമ്മാനെ മണവാട്ടിയാക്കിയിട്ട്? അടിപൊളി. ഇപ്പൊ എന്താ എനിക്ക് തോന്നുന്നു? എന്താ തോന്നുന്നു? നിച്ചിന്റെ മംഗലത്തിന് എന്താ വേണ്ടേ? നിച്ചിന്റെ മംഗലത്തിന് എന്താ വേണ്ടേ? ഫുഡെല്ലാം കഴിക്കണം. പിന്നെ പിന്നെ ആരാ ഡാൻസ് കളിക്കാ? എങ്ങനെ കളിക്കാ? ഇനി ഓക്കെ ബൈ പറ. അപ്പോൾ ഇത്രയെല്ലാം ഇന്നത്തെ വീഡിയോ. ചിഞ്ചുവിൻ്റെ വർക്ക് എങ്ങനെ ഉണ്ടെന്ന് എന്തായാലും നിങ്ങൾ കമൻ്റ് ഇടണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്